ഇൻഡിഗോ സമരം മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അതിന്റെ പുതിയ അപ്ഡേറ്റ്സ് എന്തെങ്കിലും വരുന്നുണ്ടോ സർ? അല്ല, നമ്മൾ ഈ ഇൻഡിഗോ വിമാന കമ്പനി അവരുടെ വിമാനങ്ങളെല്ലാം നിലത്തിറക്കി സർവീസുകൾ യാത്രക്കാരെ അറിയിക്കാതെ വലിയൊരു അലാമിങ് സിറ്റുവേഷൻ ഉണ്ടാക്കി. അതാണല്ലോ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്ന വലിയൊരു കുഴപ്പം. അതിൻ്റെ യഥാർത്ഥ വസ്തുക്കൾ അന്വേഷിച്ച് പോകുമ്പോൾ ഏറ്റവും പുതിയ ചില വിവരങ്ങൾ നമുക്ക് പറയാനുള്ളത്, ഇൻഡിഗോ കമ്പനിക്ക് തുർക്കിയുമായി ചില ബന്ധങ്ങളുണ്ട്. തുർക്കിയും നമ്മളുമായിട്ടുള്ള ബന്ധം വളരെ മോശമായിരിക്കുന്ന സമയമാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാന് ഡ്രോണുകൾ, വലിയ തോതിൽ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കൊടുത്ത്, അവിടെ ബരാക്തർ ഡ്രോൺ എന്ന് പറയുന്ന തുർക്കിയുടെ ഡ്രോണുകൾ വിപുലമായി ഇന്ത്യക്ക് നേരെ ഉപയോഗിക്കപ്പെട്ടു. ഇത് മുഴുവൻ കൊടുത്തത് തുർക്കിയാണ്. മാത്രമല്ല, കാശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ അവകാശപ്പെട്ടതാണ് എന്നുള്ള ഒരു വാദവും തുർക്കി മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ തുർക്കി പ്രത്യക്ഷത്തിൽ പാകിസ്ഥാൻ്റെ കൂടെയാണ്. മാത്രമല്ല, നമ്മുടെ സൈനിക മേധാവികൾ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഈ യുദ്ധം 3 രാജ്യങ്ങൾക്കെതിരെയായിരുന്നു. ഒന്ന് നേരിട്ട് പാകിസ്ഥാനും, അതിൻ്റെ പിന്നാലെ മറ്റ് 2 രാജ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു, തുർക്കിയും ചൈനയും. ചൈനയും ആയുധം കൊടുത്തു, തുർക്കിയും ആയുധം കൊടുത്തു. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് തുർക്കിയുടെ ഔദ്യോഗിക വിമാന കമ്പനിയാണ് ടർക്കിഷ് എയർലൈൻസ്. ടർക്കിഷ് എയർലൈനുമായിട്ട് വലിയ ബന്ധങ്ങൾ ഇൻഡിഗോയ്ക്കുണ്ട്. 2 തരത്തിലുള്ള ബന്ധങ്ങളാണ് തുർക്കി വിമാന കമ്പനിയും ഇൻഡിഗോയും തമ്മിലുള്ളത്. ഒന്നാമത്തത് കോഡ് ഷെയർ കരാർ. കോഡ് ഷെയർ കരാർ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഇവിടുന്ന് നേരെ ടിക്കറ്റ് എടുക്കുകയാണ്. ടിക്കറ്റ് ബുക്കിംഗ് പങ്കാളിത്തമാണ്. നമ്മൾ ഇൻഡിഗോയിൽ ടിക്കറ്റ് എടുക്കുന്നു, നമ്മൾ ഇസ്താംബൂളിലേക്ക് ടിക്കറ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ യൂറോപ്പിൽ പോകുന്നു. അതെടുക്കുന്നത് നമ്മൾ ഇസ്താംബൂൾ വഴിയാണെങ്കിൽ, നമ്മൾ ഇൻഡിഗോയുടെ വിമാനത്തിൽ കയറി ഇസ്താംബൂളിൽ ഇറങ്ങിയാൽ ആ ടിക്കറ്റ് കൊണ്ട് തന്നെ തുർക്കിയുടെ വിമാനത്തിൽ കയറി നമുക്ക് യൂറോപ്പിലും അമേരിക്കയ്ക്കും പോകാം. അപ്പോൾ ബാഗേജ് എങ്ങനെ കൊണ്ടുപോകാം? തുർക്കിയുടെ വിമാനം, ഇന്ത്യയുടെ ടിക്കറ്റ് എടുത്താൽ അതുകൊണ്ട് തുർക്കിയുടെ വിമാനത്തിൽ, ടർക്കിഷ് എയർലൈൻസിൻ്റെ വിമാനത്തിൽ പോകാം. അതാണ് ഒരു കരാർ. അപ്പോൾ അങ്ങനെ ഒരു കരാറുണ്ട്. അത് വേണമെങ്കിൽ ഒരു യാത്രാ സൗകര്യത്തിന് വേണ്ടി 2 എയർലൈൻസ് തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു കരാറാണെന്ന് കരുതാം. പക്ഷേ അതിലും വിപുലമായ ഒരു കരാറുണ്ട്, വെറ്റ് ലീഡ് കരാർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ, ഇൻഡിഗോ തുർക്കിയുടെ വിമാനങ്ങൾ ഉപയോഗിക്കുന്നു. തുർക്കിയുടെ ബോയിങ് 777 ബോയിങ് വിമാനങ്ങൾ ഇന്ത്യ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ വിമാനങ്ങൾ വാടകയ്ക്ക് എടുക്കുക മാത്രമല്ല, വിമാനങ്ങൾ എടുക്കുന്നത് വെറ്റ് ലീഡ് കരാർ എന്ന് പറഞ്ഞാൽ വിമാനങ്ങൾ വാടകയ്ക്ക് എടുക്കുന്ന അവരുടെ ക്രൂ, അവരുടെ പൈലറ്റ്സ് ഉൾപ്പെടെയാണ്. അപ്പോൾ ഇൻഡിഗോയുടെ വിമാനം എന്ന് പറഞ്ഞ് നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറുന്ന ആരുടെ വിമാനത്തിലായിരിക്കും? തുർക്കിയുടെ വിമാനത്തിലായിരിക്കും. അതിൻ്റെ ക്രൂ എന്ന് പറയുന്നത് അവർ ഇന്ത്യയിൽ നിരന്തരം വന്നു പോകുന്ന പൈലറ്റുമാരും ക്യാബിൻ ക്രൂവും തുർക്കിക്കാരായിരിക്കും. ഇത് നമ്മുടെ സുരക്ഷാ പ്രശ്നങ്ങൾ ആണ്, അത് ശരിയാവത്തില്ല, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നതാണ് എന്ന് കാണിച്ച് നമ്മുടെ വ്യോമയാന മന്ത്രാലയം ഇൻഡിഗോയ്ക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നോട്ടീസ് കൊടുത്തപ്പോൾ അവർ കൊടുത്ത മറുപടി എന്തെന്നറിയോ? 2026 ഫെബ്രുവരി 28 വരെ ഞങ്ങൾക്ക് ഇവരുമായിട്ട് കരാറുണ്ട്. ആരുമായിട്ട്? തുർക്കിയായിട്ട്. അതുകൊണ്ട് അതുവരെ, അതായത് ഏത് വർഷം? 2026 ഫെബ്രുവരി 28 വരെ, അടുത്ത വർഷം ഫെബ്രുവരി 26 വരെ ഈ കരാറുണ്ട്. അതുവരെ ഈ കരാർ തുടരാൻ സമ്മതിക്കണം, ഇല്ലെങ്കിൽ അത് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാവും എന്ന് കാണിച്ച് ഇന്ത്യ ഗവൺമെൻറ്റിന് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിൽ തീരുമാനം വന്നിട്ടില്ല. പക്ഷേ നമ്മൾ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ വരുന്ന ഈ തുർക്കി വിമാനങ്ങളിൽ, ഇങ്ങനെ വരുന്ന തുർക്കി വിമാനങ്ങൾ, അതിലെ പൈലറ്റ്സ്, അതിൻ്റെ ക്യാബിൻ ക്രൂവിനൊക്കെ വലിയ സുരക്ഷാ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടാണ് ഈ ഫ്ലൈ ചെയ്യാൻ സമ്മതിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയ ബന്ധം ഇൻഡിഗോയ്ക്ക് തുർക്കിയുമായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു കാര്യം, ഇവരുടെ ഇൻഡിഗോയുടെ 410 വിമാനങ്ങളുണ്ട് ഇൻഡിഗോയ്ക്ക്. ടർക്കിഷ് വിമാന കമ്പനിക്ക് 450 വിമാനങ്ങളുണ്ട്. ഇതിൽ ഈ ടർക്കിഷ് വെൽത്ത് ഫണ്ട് എന്ന് പറയുന്നൊരു ഫണ്ടുണ്ട് തുർക്കിയിൽ. തുർക്കി സർക്കാരിൻ്റെയാണ് അത്. ഈ ടർക്കിഷ് എയർലൈൻസിൻ്റെ ഷെയറിൽ 49.12% എന്ന് പറഞ്ഞാൽ ടർക്കിഷ് വെൽത്ത് ഫണ്ടിൻ്റെ ഒരു നിക്ഷേപമാണ്, ഉടമസ്ഥാവകാശം 49%. 50.88 പബ്ലിക് ഫ്ലോട്ടാണ്, എന്ന് വെച്ചാൽ പൊതുജനങ്ങളുടെ ഓഹരിയാണ്. അപ്പോൾ ഇതിൻ്റെ ഭൂരിഭാഗവും പൊതുജനങ്ങളുടെ എന്ന് പറഞ്ഞാൽ ആരെന്നറിയില്ല. അത് ഒരു പക്ഷേ തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകളുണ്ടാവാം, പലരുണ്ടാവാം. അവരാണ് ഈ ടർക്കിഷ് എയർലൈൻസിൻ്റെ ഭൂരിഭാഗം ഓഹരികളും കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയിൽ നടത്തുന്ന ഈ ഇൻഡിഗോ വിമാന കമ്പനിയുടെ ഉടമസ്ഥർ രാഹുൽ ഭാട്ടിയയും രാകേഷ് ഗാംഗ്വാളുമാണ്. ഈ രാഹുൽ ഭാട്ടിയ എന്ന് പറയുന്ന ആൾ ഡൽഹിക്കാരനാണ്. അയാളുടെ കുടുംബത്തിന് ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഈ ഇൻ്റർ ഗ്ലോബ് എന്ന് പറഞ്ഞൊരു കമ്പനി. ട്രാവൽ ഏജൻസി നടത്തും, എയർ ടിക്കറ്റിങ്, ഹോട്ടൽ ബസ് വ്യവസായമൊക്കെ നടത്തി വന്നിരുന്ന ഒരു കമ്പനിയാണ്. അയാളുടെ രാകേഷ് ടാങ്ക്വാൾ എന്ന് പറയുന്ന കൊൽക്കത്തയിൽ ജനിച്ച അമേരിക്കൻ പൗരനാണ്.
ഇയാളുമായിട്ട് കണ്ടുമുട്ടുന്നതോടുകൂടിയാണ് ഇൻഡിഗോ എന്നുള്ള കമ്പനി ആരംഭിക്കുന്നത്. ഇൻഡിഗോയുടെ ആദ്യത്തെ വിമാന സർവീസ് 2006 ഓഗസ്റ്റ് 4 ഡൽഹിയിൽ നിന്ന് ഗുവാഹട്ടി വഴി ഇംഫാലിലേക്കാണ് പറന്നത്. അതിനുശേഷം വളരെ പെട്ടെന്ന് വിമാന കമ്പനി അങ്ങ് വളർന്നു. ഒന്ന് ബിസിനസ് രംഗത്ത് വലിയ പരിചയമുള്ള രാഹുൽ ഭാട്ടിയും രാകേഷ് ഗാംഗ്വാൾ എന്ന് പറഞ്ഞ അമേരിക്കൻ പൗരൻ, അയാൾ അമേരിക്കൻ പൗരൻ, ഇന്ത്യൻ വംശജനായ അമേരിക്കൻ പൗരനാണ്, അമേരിക്കൻ പൗരത്വം എടുത്തു. അതുമാത്രമല്ല US എയർവേസിൻ്റെ CEO ആയിരുന്നു, അമേരിക്കൻ വിമാന കമ്പനികളിലൊന്നിൻ്റെ CEO ആയിരുന്നു. അപ്പോൾ ഇവർ ഒരാളുടെ അനുഭവജ്ഞാനം, ഒരാളുടെ ബിസിനസ് നോളജ്, ഇത് രണ്ടുകൂടെ ചേർത്തിട്ടാണ് ഇൻഡിഗോ വലിയ തോതിൽ വിജയകരമായത്. അപ്പോൾ നോക്കൂ, ഒന്ന് തുർക്കിയുമായിട്ടുള്ള ബന്ധം, ഇവരുടെ ഉടമസ്ഥനിലൊരാൾ അമേരിക്കക്കാരനാണ്, അമേരിക്കയിലെ വ്യോമ കമ്പനിയുടെ ഗതാഗത കമ്പനിയുടെ CEO ആയിരുന്നു. അങ്ങനെ എല്ലാവരും നോക്കുമ്പോഴത്തേക്ക് മാത്രമല്ല 5, 6, 7 തീയതികളിലാണ്, ഡിസംബർ 5, 6, 7 തീയതികളിലാണ് ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ ഇവർ നോട്ടീസ് ഇല്ലാതെ റദ്ദാക്കിയത്. അങ്ങനെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിപ്പോയത്. അതേ സമയത്താണ് ഇന്ത്യയിൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ പര്യടനം നടത്തുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കണം. അമേരിക്കൻ പൗരൻ, അമേരിക്കൻ വിമാന കമ്പനിയുടെ CEO, അമേരിക്കയുടെ നാറ്റോയിലെ സഖ്യകക്ഷിയാണ് തുർക്കി. തുർക്കി ഇന്ത്യയുമായി ശത്രുതയിലാണ്. തുർക്കി കമ്പനിയുമായിട്ട് വളരെ അടുത്ത കൊളാബറേഷനുള്ള ഇൻഡിഗോ. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അത്ര നിഷ്കളങ്കമല്ല ഈ കാര്യങ്ങളെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കമ്പനിയുടെ ഇൻഡിഗോയുടെ CEO എന്ന് പറയുന്ന പീറ്റർ എൽബോർട്ട്, അയാൾ ഡച്ചുകാരനാണ്. അതിൻ്റെ COO, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഇസ്രി പോർക്കുറോസ്, ഇയാളും വിദേശിയാണ്. ഇവരോട് രണ്ടുപേരോടും ഇന്ന് വൈകിട്ട് 8 മണിക്ക് മുമ്പ് നേരിട്ട് ഹാജരാകാൻ നമ്മുടെ വ്യോമയാന മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മിക്കവാറും CEOയെ പുറത്താക്കണം എന്നുള്ള നിർദ്ദേശം ഇന്ത്യ മുന്നോട്ട് വെക്കും. കർശനമായ ചില നടപടികൾ ഇന്ത്യക്കെതിരെ എടുക്കുമെന്നാണ് പറയുന്നത്. ഇതിനടുത്ത് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, പലരും മാസങ്ങൾക്ക് മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്യും. നേരത്തെ ബുക്ക് ചെയ്യുമ്പോൾ ഫെയറിൽ വ്യത്യാസമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യയുടെ കയ്യിലേക്ക് വന്നത്. ഇപ്പോൾ ഇതുവരെ ഡിസംബർ 7 വരെ ഇൻഡിഗോ റീഫണ്ട് ചെയ്തത് 610 കോടി രൂപയാണ്. ടിക്കറ്റ് ക്യാൻസൽ ആയപ്പോൾ ആളുകൾ തിരിച്ചു കൊടുത്തത് 610 രൂപ. അപ്പോൾ ഇത്രയും കാലം ഈ കോടിക്കണക്കിന് രൂപ ഇൻഡിഗോയുടെ അക്കൗണ്ടിൽ കിടന്നു. അപ്പോൾ അത് അത്രയും പണം അവരുടെ കയ്യിൽ കിടക്കുക. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് കൂട്ടണം. അപ്പോൾ വലിയ തോതിൽ ഇവർക്ക് പണം കിട്ടി. പണം ഇവർ തിരിച്ചു കൊടുക്കുന്നില്ലായിരുന്നു. അതായത് ആളുകൾക്ക് വിമാനവും കൊടുക്കുന്നില്ല, പണവും കൊടുക്കുന്നില്ല എന്ന് വന്നപ്പോഴത്തേക്ക് കേന്ദ്ര സർക്കാർ അന്ത്യശാസനം കൊടുത്തപ്പോഴാണ് 610 കോടി രൂപ കൊടുത്തത്. ഇനി എത്ര കൊടുക്കാനുണ്ട് എന്നറിയില്ല. പക്ഷേ ഡിസംബർ 7-ാം തീയതിക്കകം മുഴുവൻ തുകയും കൊടുത്തിരിക്കണമെന്നൊരു അൾട്ടിമേറ്റം കേന്ദ്രം കൊടുത്തിരുന്നു. ഇതവിടെ നിൽക്കട്ടെ. ഇനി ഇൻഡിഗോയുടെ കാര്യം പറഞ്ഞല്ലോ, തുർക്കി ബന്ധം, തുർക്കി, നാറ്റോ, അമേരിക്ക, ഈ കണക്ഷൻ ഞാൻ പറഞ്ഞു. പിന്നെ പുടിൻ വരുന്നു. ആ സമയത്ത് ഇതിൻ്റെ ഇന്ത്യയിൽ വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാവണം എന്ന് കണക്കുകൂട്ടി ചെയ്തിട്ടുള്ള ഒരു സംഭവം. ഇനിയിപ്പോൾ ഈ ഫ്ലൈറ്റ് പറപ്പിക്കുന്ന പൈലറ്റുമാരുടെയും അതിലെ ജീവനക്കാരുടെയും ജോലി സമയം കുറച്ച് അവർക്ക് വിശ്രമവേള കൂട്ടിയതിനെതിരെയാണല്ലോ ഇവർ സമരം തുടങ്ങിയത്. സമരം തുടങ്ങിയത് പൈലറ്റുമാരുടെ ആവശ്യപ്രകാരമാണ്. ഈ അവരുടെ കൂടുതൽ വിശ്രമ സമയം ഏർപ്പെടുത്തിയ യാത്രക്കാർക്ക് സേഫായിട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എയർ ഇന്ത്യയും ഇൻഡിഗോയും എഗ്രി ചെയ്തു. എയർ ഇന്ത്യക്ക് ഒരു പ്രശ്നമില്ല. എയർ ഇന്ത്യ എന്ത് ചെയ്തു? എയർ ഇന്ത്യ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം നടപ്പാക്കി. ഇൻഡിഗോയ്ക്ക് മാത്രമാണ് പുടിൻ വരുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളെന്താ ഇന്ത്യ ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഞങ്ങൾ അതിനിട്ട് പണിയും എന്ന് തീരുമാനിച്ച് മുന്നറിയിപ്പില്ലാതെ വിമാനങ്ങൾ റദ്ദാക്കിയത്. ഇനിയിപ്പോൾ തുർക്കി ബന്ധം പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഉർദുഗാൻ ഉണ്ടല്ലോ, തുർക്കി പ്രസിഡന്റ്, 2 പെൺമക്കളാണ്, എസ്രയും സുമയ്യയും. സുമയ്യയ്ക്ക് ഒരു കമ്പനിയുണ്ട് എന്നാണ് പറയുന്നത്. കമ്പനി ഉണ്ടെന്ന് പറയപ്പെടുകയല്ല, കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ പേര് സെലബി ഏവിയേഷൻ എന്നാണ്. ഈ സെലബി ഏവിയേഷനാണ് 2008 മുതൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് നടത്തുന്നത്. അതായത് ബാഗേജുകൾ വരുന്നു, അത് കൈകാര്യം ചെയ്യുന്നു, കൊണ്ടുപോകുന്നതൊക്കെ ചെയ്യുന്നത് സെലബി എയർവേസാണ്. അത് തുർക്കി കമ്പനിയാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, കൊച്ചി, കണ്ണൂർ, ചെന്നൈ, അഹമ്മദാബാദ്, ഗോവ തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ വിമാനത്താവളങ്ങളിലെയും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് തുർക്കി കമ്പനിക്കായിരുന്നു. അപ്പോൾ നരേന്ദ്രമോദിയല്ലേ പ്രധാനമന്ത്രി, എന്നിട്ട് തുർക്കി കൊടുത്തോ എന്ന് ചോദിക്കും. അങ്ങനെയല്ലപ്പ, നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതുകൊണ്ട് കരാർ റദ്ദാക്കി. ഈ കരാർ കൊടുത്ത 2008 വർഷത്തിലാണ്. അന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. അന്നത്തെ വ്യോമയാന മന്ത്രി 2004 മുതൽ 2014 വരെ പ്രഫുൽ പട്ടേൽ ആയിരുന്നു. അപ്പോൾ ഇത് കേന്ദ്ര സർക്കാർ, കോൺഗ്രസ് ഭരിച്ചിരുന്ന സർക്കാരാണ് ഈ തുർക്കി കമ്പനിക്ക് ഈ ഹാൻഡ്ലിംഗ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ വിമാനയാത്ര, ഇന്ത്യയിലെ വ്യോമയാന രംഗത്ത് അമേരിക്കയ്ക്ക്, തുർക്കിക്ക് ഒക്കെ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു.
ഇനിയിപ്പോൾ ഈ പ്രഫുൽ പട്ടേലിൻ്റെ കാലത്ത് ഈ ബാഗേജുകൾ കൈകാര്യം ചെയ്യാനുള്ള അനുമതി തുർക്കിക്ക് കൊടുത്തു എന്ന് പറയുന്നത് അത്ര നിഷ്കളങ്കമൊന്നുമല്ല. കാരണം ഇവിടെ നിന്ന് രാഹുൽ ഗാന്ധിയുടെ കുടുംബം, സോണിയാഗാന്ധിയും പ്രിയങ്കയും റോബർട്ട് വാദ്രയും അടങ്ങുന്ന ആളുകൾ വിദേശത്തേക്ക് പോകുമ്പോൾ അവരുടെ ബാഗേജുകൾ ഒരു പരിശോധനയും കൂടാതെയാണ് കടത്തിയിരുന്നത്. ഡിപ്ലോമാറ്റിക് പ്രിവിലേജ്. റോബർട്ട് വാദ്രയുടെ പേര് മോദി വന്നപ്പോഴാണ് വെട്ടിക്കളഞ്ഞത്. ഇയാളെ പരിശോധിക്കാതെ കയറ്റി വിടാനെന്ന് പറഞ്ഞ് വെട്ടിക്കളഞ്ഞു. എയർപോർട്ടുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന ആളുകൾ വരുമ്പോൾ അവരുടെ ഒന്നും പരിശോധിക്കാൻ പാടില്ല എന്ന്. ആ കൂട്ടത്തിൽ റോബർട്ട് വാദ്രയുടെ പേരുണ്ടായിരുന്നു. അങ്ങനെ അത് ഒഴിവാക്കി. അപ്പോൾ ഇവർക്ക് ഇന്ത്യയിൽ നിന്ന് പല സാധനങ്ങളും പുറത്തേക്ക് കടത്താൻ, അത് വിഗ്രഹങ്ങളായിരിക്കാം, ശബരിമലയിലെ വാതിൽപ്പാളിയും ഒരുപക്ഷെ കൊണ്ടുപോയിട്ടുണ്ടാവാം. രമേശ് ചെന്നിത്തല ഇന്നലെ പറഞ്ഞല്ലോ 500 കോടി രൂപയുടെ പ്രൊഡക്ട്സ് കടത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ വരും. ഇതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോൾ ഒരു വല്ലാത്ത അന്താരാഷ്ട്ര ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നുണ്ട്. സെലബി ഏവിയേഷൻ്റെ പങ്ക് കണ്ടെത്തി നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അവരുമായിട്ടുള്ള കരാർ റദ്ദാക്കി അവരെ ഇന്ത്യൻ ഓപ്പറേഷൻസ് നരേന്ദ്രമോദി സർക്കാർ അവസാനിപ്പിച്ചു. പക്ഷേ ഇപ്പോഴും ഇന്ത്യയിലെ വ്യോമ ഗതാഗത രംഗം തകർക്കാനുള്ള ഒരു ശ്രമം നടത്തിയത് മനഃപൂർവ്വമാണ് എന്ന് വളരെ വ്യക്തമായി വരികയാണ്. അപ്പം എന്തൊക്കെയാലും വേറെ കാര്യമുണ്ട്, സർക്കാർ എന്ത് നടപടിയെടുക്കും. ഇന്നിപ്പോൾ അന്ത്യശാസനം തീരുന്ന ദിവസമാണ്. അപ്പോൾ തുർക്കിയാണ് ഇതിൻ്റെ കരുവായി നീങ്ങിയത്. രാജ്യത്തിനെതിരെ നിലപാടെടുക്കുന്ന ഒരു വിമാന കമ്പനിയായി ഇൻഡിഗോ മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ രാജ്യത്തുള്ള വിമാന കമ്പനികളുടെ തലവന്മാരായിട്ട് എന്തിനാണ് വിദേശ രാജ്യത്തുള്ള ആളുകളെ നിയമിക്കുന്നതെന്നൊരു ചോദ്യമുണ്ട്. അത് പക്ഷേ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഗൂഗിളിൻ്റെ CEO സുന്ദർ പിച്ചെ ഇന്ത്യക്കാരനാണ്. അപ്പോൾ നമുക്ക് വിദേശികളെ വെക്കാൻ പാടില്ല എന്ന് ശഠിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് അമേരിക്കൻ കമ്പനികളുടെ തലപ്പത്ത് ഇന്ത്യക്കാരുണ്ട്. അപ്പോൾ ഇന്ത്യൻ കമ്പനികളിൽ വിദേശികൾ വരാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ വരുന്ന ആളുകൾ പലപ്പോഴും ഇന്ത്യയുടെ താല്പര്യത്തിനെതിരെ അവരുടെ രാജ്യത്തിനോ അവരുടെ രാജ്യത്തെ സ്വാധീനിക്കുന്ന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ താല്പര്യങ്ങളോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു ആക്ഷേപം, ഒരു പരാതി, ഒരു സംശയം ഇപ്പോൾ ഉണ്ടായി വരുന്നത്. ഏതായാലും വേറെ കാര്യമുണ്ട്. ഇപ്പോൾ ജൻസി കലാപം ഇവിടെ ഉണ്ടാവണം, വോട്ട് ചോരിയുടെ പേരിൽ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് നടന്നില്ല. ഒരു വലിയ സാമ്പത്തിക ക്രൈസിസ് ഉണ്ടാക്കുക, ആളുകളെ പാനിക്കാക്കുക, വിമാനങ്ങളെല്ലാം റദ്ദായിട്ട് ആളുകൾ സർക്കാരിനെതിരെ തിരിയുക തുടങ്ങിയ ചില ലക്ഷ്യങ്ങളോടെയാണ് ഈ വിമാന അട്ടിമറി വിമാനം തകർക്കൽ മാത്രമല്ല, വിമാന ഗതാഗതം തകർക്കുന്നൊരു അട്ടിമറി ഇൻഡിഗോ പ്ലാൻ ചെയ്തതെന്ന് ഓരോ നിമിഷവും വ്യക്തമാവുന്നുണ്ട്. ഇത് വല്ലാത്ത ഒരു അരക്ഷിതാവസ്ഥ. അപ്പോൾ കാരണം സർക്കാർ റെജീം ചേഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സർക്കാരിനെ മാറ്റുക എന്നുള്ളത് ലോകത്ത് പലരുടെയും അജണ്ടയാണ്. രാഹുൽ ഗാന്ധിയുടെ മാത്രമല്ല. നമ്മളോർക്കും രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുക എന്നല്ല ലക്ഷ്യം. രാഹുലിനെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്തിയിട്ട് ലോകത്ത് അമേരിക്ക ഉൾപ്പെടെ, തുർക്കി ഉൾപ്പെടെ, പാകിസ്ഥാൻ ഉൾപ്പെടെ, ചൈന ഉൾപ്പെടെ പലർക്കും അവരുടെ അജണ്ടകൾ നടപ്പാക്കണം. അത് നടപ്പാക്കാനുള്ളൊരു ടൂളായിട്ട് ഒരു പാവയെ ആ കസേരയിൽ ഇരുത്താനുള്ള ഒരു നാടകം പലതരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഏറ്റവും പുതിയ അധ്യായമാണ്. ഇപ്പോഴും തീർന്നിട്ടില്ല. ഇപ്പോഴും വിമാനങ്ങൾ റദ്ദാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാം റദ്ദാക്കിയ സർവീസുകൾ പുനരാരംഭിക്കുന്നുമുണ്ട്. അപ്പോൾ ഏതായാലും ഈ സ്ഥിതി 1-2 ദിവസം കൊണ്ട് നീണ്ടു പോകുമായിരിക്കും. ഇൻഡിഗോയ്ക്കെതിരെ എന്ത് നടപടിയാണ് കേന്ദ്രം എടുക്കുന്നത് എന്നറിയാൻ നമുക്കെല്ലാം കാത്തിരിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി, രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം. ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം, മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ, ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ആ സഹായം വേണ്ടത് 2 തരത്തിലാണ്. ഒന്ന്, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ്. അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു. നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് 1 നിമിഷം മതി. സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടുപുറത്ത് ഒരു ബെല്ലൈക്കണുണ്ട്. ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യാൻ, സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു. നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു.
ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടണാണ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ 2-3 കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും. താല്പര്യമുള്ളവർ, കഴിവുള്ളവർ, ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ, ഞങ്ങളെ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ, ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത്. ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. പരമാവധി ആളുകളോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം. ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സമാജത്തിന് വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയൂ.